ഹലോ, വെൽക്കം ബാക്ക്. ആനുസിയമ്മ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഒറോട്ടിയുടെ റെസിപ്പിയാണ്. കൂടെ തന്നെ നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബീഫ് കറിയുടെ റെസിപ്പിയും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടോക്കണേ. ആദ്യം തന്നെ ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഇപ്പോൾ ഇവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 തക്കാളിയും അതുപോലെ തന്നെ 4 അല്ലി വലിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പിലൂടും വേണം. ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഉള്ളിയും പച്ചമുളകും അങ്ങനത്തെ ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ട. ഇത്ര ഐറ്റംസ് മാത്രമാണ് വേണ്ടത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണിത്. ഇപ്പോൾ ഇതെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൗഡേഴ്സുകൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ബീഫ് വേവിക്കുന്ന സമയത്ത് അതിൽ നിന്നും വെള്ളം ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ ബീഫ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷറും കളഞ്ഞിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇനി ഇത് വഴറ്റിയെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 5 ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് വെളിച്ചെണ്ണയ്ക്ക് ഇടുന്ന നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2-3 മിനിറ്റ് കൂടി ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയുള്ള ഒരു കറിയാണിത്. അപ്പോൾ ഇങ്ങനെ ആരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പം ഇനി ഇത് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒറോട്ടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് അരിപ്പൊടിയാണ്. ഇത് ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ്. അതുപോലെ തന്നെ ഇത് പച്ചവെള്ളത്തിലും കുഴച്ചെടുക്കാൻ പറ്റുന്ന അരിപ്പൊടിയും കൂടിയാണ്. ഇനി ഇത് കുഴച്ചെടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് അരിപ്പൊടിയിലേക്ക് വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുഴച്ചെടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് ബോളായിട്ട് പരത്താൻ പറ്റുന്ന ഒരു ടെക്സ്ചറിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഇത് പരത്തിയിട്ട് ചുട്ടെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഇതുപോലെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഒരു നോർമൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഇതുപോലെ ഒന്ന് സ്ക്വയറിൽ കട്ട് ചെയ്തിട്ടും വെക്കുന്നുണ്ട്. നാട്ടിലെല്ലാണെങ്കിൽ വാഴയിലാണ് പരത്തുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഷീറ്റാണ് യൂസ് ആക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ആദ്യം തടവി കൊടുക്കുന്നുണ്ട്. ഇനി മാവിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നല്ലൊരു ബോൾ പോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇനി ഇത് ഷീറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ട് പരത്തിയെടുക്കുക. കൈയിൻ്റെ വിരൽ വെച്ചിട്ട് പരത്തിയെടുക്കാനായിട്ട് പാടില്ല. ഇതുപോലെ ഉള്ളം കൈ വെച്ചിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. കൈ വെച്ച് പരത്താണെങ്കിൽ ആ കൈവിരലിൻ്റെ പാട് ഒറോട്ടിയുടെ മേലെ ഉണ്ടാകും. അതുകൊണ്ട് ഇതുപോലെ ഉള്ളം കൈ വെച്ചിട്ട് വേണം ഒന്ന് പരത്തിയെടുക്കാനായിട്ട്. ഇനി ഇത് ചുട്ടെടുക്കുക. ചുട്ടെടുക്കാനായിട്ടുള്ള കല്ല് ഇത് പരത്തുന്നതിനായിട്ട് മുന്നേ തന്നെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ചൂടായി വന്നപ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പരത്തിയിട്ടുള്ള ഒറോട്ടി ചൂടായ കല്ലുമ്മയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ചുട്ടെടുക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഒറോട്ടികളൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു മീഡിയം തിക്നെസ്സോട് കൂടിയിട്ടാണ് ഒറോട്ടിയോടെ പരത്തിയെടുക്കുന്നത്. അപ്പോൾ 3 ഒറോട്ടി ഞാനിപ്പോൾ അങ്ങനെ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. ഇത് ഇടയ്ക്ക് എങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. 2-3 പ്രാവശ്യം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ ഒറോട്ടി ഒന്ന് വെന്ത് കിട്ടും. ഇനി ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് പ്രസ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വേവിക്കുന്ന സമയത്ത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ടാകും. ആ ഒരു സമയത്ത് വേണം പേപ്പർ ഇതുപോലെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് പൊങ്ങി വരും. ഇത് പൊങ്ങി വരുന്ന അപ്പം തന്നെ എടുക്കാനായിട്ട് നിൽക്കേണ്ട. ഒരു 2-3 മിനിറ്റ് കൂടി ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൻ്റെ പുറംഭാഗം ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടുന്ന രീതിയിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ചിലവർ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കും, ചിലവർ ഇത് നല്ലപോലെ മൊരിയിച്ചെടുക്കും. ഞാനിപ്പോൾ അധികം മൊരിയിക്കാനായിട്ട് നിന്നിട്ടില്ല. ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി മൊരിഞ്ഞിടുന്ന രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാ സൈഡിലും പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഒന്ന് നന്നായി മൊരിഞ്ഞ് കിട്ടും. ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുക്കുന്ന രീതിയിൽ എടുക്കുമ്പോഴാണ് കൂടുതലും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള റൊട്ടികളും ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നോരോന്ന് എടുക്കുമ്പോൾ ആ ഒരു സ്പേസിൽ ബാക്കിയുള്ളത് ഇട്ട് കൊടുത്തിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട്. അങ്ങനെയാണ് റൊട്ടികൾ ചുട്ടെടുക്കാറുള്ളത്.
അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒറോട്ടിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒറോട്ടിക്ക് ബീഫ് കറി നല്ലൊരു കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ ഈ കറി ഉണ്ടാക്കാനാണെങ്കിലും വളരെ എളുപ്പമാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതിന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.